വിശേഷ മഹാരാഷ്ട്രയിൽ നിന്ന് വളരെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ആർത്തവത്തിൻ്റെ പേരിൽ പെൺകുട്ടികളുടെ ഒരു സ്കൂൾ വിദ്യാർത്ഥികളുടെ അടിവസ്ത്രം അഴിച്ച് പരിശോധന നടത്തുകയാണ് അധ്യാപകർ. എന്താണ് സംഗതി? അതായത് മഹാരാഷ്ട്രയിലെ ഒരു സ്കൂൾ, താനേൽ ഷാപൂർ RS ധമാനി സ്കൂൾ. ആ സ്കൂളിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ശുചിമുറിയിൽ ഒരു രക്തക്കറ കാണുന്നു. രക്തക്കറ കണ്ടത് സ്കൂൾ ജീവനക്കാരാണ്. ജീവനക്കാർ അത് പ്രിൻസിപ്പലിനോട് പറയുന്നു. കലിപൂണ്ട പ്രിൻസിപ്പൾ അറ്റൻഡറിനെയും കൂട്ടി നേരെ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അല്ല, ഈ രക്തക്കറ കണ്ടെന്നും പറഞ്ഞ് എന്താ ഇത്ര വലിയ പ്രശ്നം? അതാണ്, അത് അവരോട് ചോദിക്കണം, എന്താ നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചിലൊരു രക്തക്കറ കണ്ടാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അറ്റൻഡറിയും കൂട്ടി ക്ലാസ് മുറികളിൽ ചെന്നിട്ട് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളെ ഒരു ഹാളിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഹാളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പ്രിൻസിപ്പൾ ആക്രോശിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കൊക്കെ ആർത്തവമായിട്ടുണ്ട്? അപ്പോൾ കുറച്ച് കുട്ടികൾ കൈപൊക്കിയ കുട്ടികളുടെ വിരലടയാളം എടുത്തു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല, അവർ ചെയ്തതാണത്. വിരലടയാളം എടുത്ത് അവരെ മാറ്റി നിർത്തി. ബാക്കി കൈ പൊക്കാത്ത കുട്ടികളെ ഒരു റൂമിൽ കൊണ്ടുപോയി 4 അധ്യാപകരും പ്രിൻസിപ്പലും അറ്റൻഡറും കൂടി അവരുടെ വസ്ത്രം മുഴുവൻ അഴിച്ച് മാറ്റിയിട്ട് അവർക്ക് ആർത്തവമുണ്ടോ എന്ന് പരിശോധിച്ചു. അതിനു മുന്നേ ഇവർ ഈ ഹാളിൽ കൊണ്ടുവന്നിട്ട് ഈ ശുചിമുറിയിലൊരു രക്തത്തിൻ്റെ കറയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് പ്രൊജക്ടറിൽ കാണിച്ചു കൊടുത്തു കുട്ടികൾക്ക്, നിങ്ങളിത് കാണാൻ, ഇത് നിങ്ങളിൽ ആരാണ് ആക്കിയത്. അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം മുഴുവൻ നടക്കുന്നത്. ഇത് നടന്നു, പരിശോധനയൊക്കെ നടന്ന് പിള്ളേർ വൈകുന്നേരം വീട്ടിൽ പറഞ്ഞു, അത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്ത്രീകൾക്ക് വളരെ അത്രയും ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ ആർത്തവം എന്ന് പറയുന്നത്. ആ സമയത്ത് അവർ വേറൊരാളുടെ മുന്നിൽ നിൽക്കാൻ പോലും ഒട്ടും കംഫർട്ടായിരിക്കില്ല. ഉറപ്പായിട്ടും അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ബ്ലഡ് ആയിട്ടുണ്ടോ, നമുക്കറിയാലോ, നമുക്കൊരു മിസ്കംഫർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഈ സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് അവരുടെ വസ്ത്രം അഴിച്ചിട്ട് അവർക്ക് ആർത്തവമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത്. കുട്ടികൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ സംഭവം നടന്നു, ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് ഞങ്ങളെ നാണം കെടുത്തി, ഇങ്ങനെ സംഭവം നടന്നതെന്ന് ആ രക്ഷിതാക്കളെല്ലാം കൂടെ സ്കൂളിൽ വന്ന് വലിയ ബഹളായി. അപ്പോൾ അധ്യാപകരും ഇതും അവർ വലിയ വിഷയമൊന്നും ആവില്ല എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്തൊരു സാധനം വലിയ വിഷയമായി. പ്രിൻസിപ്പലിനെയും അറ്റൻഡറെയും ആദ്യം അറസ്റ്റ് ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ 4 അധ്യാപകരെ അറസ്റ്റ് ചെയ്തു. ഇവരെല്ലാവരെയും സസ്പെൻഡ് ചെയ്തു സ്കൂളിൽ നിന്ന്. ഇപ്പോൾ പോക്സോ വകുപ്പ് ചുമത്തിയിട്ട് ഇവർക്ക് എല്ലാവർക്കും എതിരെ കേസെടുത്തിട്ടുണ്ട്. ഇത് ഏത് സ്കൂളാണ്? അത്തരം വിവരങ്ങളുണ്ടോ? അത് താനേലുള്ള ഷാപൂർ RS ധമാനി എന്ന് പറഞ്ഞൊരു സ്കൂളാണ്. പൊതുവെ ഈ ബോംബെയിലൊക്കെയുള്ള സ്കൂളുകൾ അത്ര വലിയ പരിഷ്കൃതമായിട്ടുള്ള സ്കൂളുകളല്ലെങ്കിൽ പോലും ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് സ്കൂളിൽ നടന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അധ്യാപകർക്കൊക്കെ മക്കളുണ്ടാവില്ലേ വീട്ടിൽ, അവരുടെ മക്കളും ഈ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ വേറൊരു വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ടാവില്ലേ, അവരോടാണ് ഇങ്ങനെ ഒരു സമീപനം ആ വിദ്യാലയത്തിലെ ആളുകൾ ചെയ്തതെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇവർ പ്രതികരിക്കുക? അല്ല, ഇതിപ്പോൾ ആർത്തവത്തിൻ്റെ പേരിൽ മാത്രമല്ല, എന്തിൻ്റെ പേരിലായാലും കുട്ടികളെ ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കേണ്ട കാര്യം എന്താണ്? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പോക്സോ കേസ് ഉൾപ്പെടെ വന്നത്. സ്വാഭാവികമായിട്ടും കുട്ടികൾ നമ്മൾ കരുതുന്ന പോലെ അല്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതികളോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളോ ഒന്നും. കുട്ടികൾ സ്കൂളുകളിലൊന്നും അത്ര സുരക്ഷിതരായ അവസ്ഥയിലല്ല ഇപ്പോൾ. നമ്മൾ കരുതുന്നത് നമ്മളെ കൂടെ കുട്ടികൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് ഇപ്പോൾ 8 മണിക്കോ 9 മണിക്കോ ആയിരിക്കും. കുട്ടികൾ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ പഠിത്തമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കുറച്ച് സമയം ഒരു 1-2 മണിക്കൂർ മാത്രമായിരിക്കും കുട്ടികൾ നമ്മളോടൊപ്പം ചിലവഴിക്കുക. പിന്നീട് അവർ ഉറങ്ങാൻ പോകും. രാവിലെ 6 മണിയാകുമ്പോൾ നമ്മൾ ജോലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മക്കൾ ഏറ്റവും സുരക്ഷിതമാണ് എന്ന് കരുതുന്നത് വിദ്യാലയങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ സമയം അവർ ചിലവഴിക്കുന്നത് വിദ്യാലയത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പെരുമാറ്റം വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം മെൻ്റൽ ട്രോമ, അവരുടെ ഫ്യൂച്ചർ ഭാവിയിലൊക്കെ അത്രത്തോളം മെൻ്റൽ ട്രോമ അവർ അനുഭവിക്കുന്നുണ്ടാവും എന്നത് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് ഇത്തരം തോന്നിവാസങ്ങൾ ഈ അധ്യാപകർ കാണിക്കുന്നത്. അപ്പം എന്ത് വിശ്വസിച്ച് നമ്മൾ ഇതുപോലുള്ള സ്കൂളുകളിലേക്ക് കുട്ടികളെ? ഈ അധ്യാപകർ ആയിട്ട് കൂടി ഈ ആർത്തവം എന്ന് പറയുന്ന സംഭവം എന്തോ വലിയ മഹാ അപരാധമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇതൊരു സ്വാഭാവികമായ, അതായത് സ്ത്രീ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പരിണാമത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ഈ ആർത്തവം എന്ന് പറയും. അതിനെ ചിലർ വളരെ ദൈവീകമായിട്ട് കാണുന്നവരുണ്ട്, ചിലർ അത് എന്തോ വലിയൊരു കുറ്റമല്ല, എന്തോ ഒരു വൃത്തികെട്ട ഒരു പരിപാടിയായിട്ടാണ് കാണുന്നത്. അത്
ഇങ്ങനെ കാണുന്നതിൽ ഏറിയ പങ്കും പ്രായമായ സ്ത്രീകളാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. കാര്യം അവർ അവരുടെ ഒരു ജീവിതചക്രത്തിൽ ഇതൊക്കെ പിന്നിട്ട് വന്നിട്ട് അവരാണ് ഏറിയ പങ്കും ഈ പെൺകുട്ടികളെ, ഇത്തരത്തിലുള്ള ആർത്തവമുള്ള പെൺകുട്ടികളെ എന്തോ വലിയ വിചിത്ര ജീവികളായിട്ട് കാണുന്നതിൽ ഏറിയ പങ്ക് സ്ത്രീകൾ തന്നെയാണെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ദുഃഖകരമായ യാഥാർത്ഥ്യം. ഇവിടെ ഈ പരിശോധന നടത്തിയ സ്കൂളിലെ അധ്യാപകരാണോ അധ്യാപികയാണോ എന്താണ്? അധ്യാപകരാണ്. അത് കൃത്യമായി അത് പറഞ്ഞിട്ടില്ല അല്ലേ? ആരാണെങ്കിൽ തന്നെയും അത് കാണിച്ചതും അങ്ങേയറ്റം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്, അങ്ങേയറ്റം മോശപ്പെട്ട കാര്യമാണ്. അങ്ങനെ പരിശോധിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആർത്തവത്തിൻ്റെ പേരിലല്ല, എന്തിൻ്റെ പേരിലായാൽ പോലും കുട്ടികളെ ഇത്തരത്തിൽ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ട സാഹചര്യം ഇല്ല. ഇപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഓരോ സ്കൂളിനും അതിൻ്റേതായ ഒരു ചട്ടക്കൂട് ഉണ്ടാകുമല്ലോ. അത്തരത്തിലുള്ള ഒരു ചട്ടക്കൂടിൽ പരിശോധന നടത്തുകയാണ് വേണ്ടത്. അല്ല ആർത്തവത്തിന് വേണ്ടിയുള്ള പരിശോധനയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടികളെ സംബന്ധിച്ച് അവർ സ്കൂളിൽ എന്തെങ്കിലും ചെയ്യുന്നതിൽ മോശപ്പെട്ട കാര്യമുണ്ടെങ്കിൽ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിയുള്ള PTA പോലുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അതിൽ ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഇത്തരത്തിലുള്ള ശാരീരിക പരിശോധനകളിലേക്ക് കിടക്കുന്നത് അങ്ങേയറ്റം ഗുണ്ടായിസമാണെന്നേ പറയാനൊക്കുള്ളൂ. ഗുണ്ടായിസം എന്നതിനപ്പുറത്തേക്ക് ഇവരൊക്കെ ആണല്ലോ ആ മക്കളെ പഠിപ്പിക്കുന്നതെന്നുള്ള ഓർത്തിട്ട് നമ്മൾ ലജ്ജിക്കണം എന്നുള്ളതാണ്. അത്രയും മനസ്സ് വളരാത്ത, അത്രയും ഈ കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരാത്ത, ഇപ്പോഴും 1960കളിൽ ജീവിക്കുന്ന അധ്യാപകർ ഈ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? അത് ഇപ്പോൾ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പോലും ഈ പെൺകുട്ടികളുടെ ഈ ഒരു ആർത്തവ ഘട്ടം അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ പരാമർശമുണ്ട്. സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ വേണം, സാനിറ്ററി വെൻഡിങ് മെഷീനുകൾ വേണം, അതായത് ഈ ഹൈസ്കൂൾ തലങ്ങളിലൊക്കെ നിർബന്ധമായും വേണം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പൊതുവെയുള്ള മാനദണ്ഡങ്ങളിൽ പോലും പരിഷ്കാരം വരുത്തിയപ്പോൾ ഈ അധ്യാപകരുടെ തലച്ചോറിൽ അത് എത്തിയിട്ടില്ല എന്നാണ്. ഞാനൊരു കാര്യം കൂടെ അവിടെ പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. നമ്മളെ പെൺകുട്ടികളുള്ള മാതാപിതാക്കളുടെ കൂടെയാണ്. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് വളരെ വേഗത്തിൽ ഈ ആർത്തവം വരുന്ന സമയമാണ്. ഇപ്പോൾ 11 വയസ്സ് 10 വയസ്സിലൊക്കെ പിള്ളേർക്ക് ആർത്തവം വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ആർത്തവം വരുന്നത് അവരുടെ അച്ഛൻ്റെ അമ്മയും കൂടെ ഉള്ളപ്പോഴായിരിക്കില്ല, അവർ സ്കൂളുകളിലുള്ള സമയത്തായിരിക്കും. അപ്പം സ്കൂളുകളിൽ ഇതെന്താണെന്ന് പോലും പിള്ളേർക്ക് അറിയണം എന്നില്ല. ഇപ്പോൾ കുറേ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ആദ്യം അങ്ങനെ വരുന്ന സമയത്ത് അവർ സ്കൂളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ ടീച്ചർമാരാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിങ്ങനെയാണ്, ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്, പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവർക്ക് മെൻ്റൽ സപ്പോർട്ട് കൊടുത്ത്. കാരണം ബ്ലഡാണ് വരുന്നത്, ആദ്യം ബ്ലഡ് വരുമ്പോൾ പിള്ളേർ പേടിക്കും. ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് പിള്ളേർക്ക് ഭയമാണ്. ഇപ്പോൾ കൈ മുറിഞ്ഞിട്ടാണെങ്കിലും ബ്ലഡ് കാണുമ്പോൾ പേടിക്കുന്ന കുട്ടികളാണ്. അപ്പം ഒരു കാരണവുമില്ലാതെ ബ്ലഡ് വരുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിദ്യാലയത്തിൽ വെച്ചായിരിക്കും ആദ്യം ആർത്തവം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അധ്യാപകർ എത്രത്തോളം അവർക്ക് സപ്പോർട്ട് കൊടുത്ത് നിൽക്കണം എന്നുള്ള സ്ഥലത്താണ് ഒരു 4-5 അധ്യാപകർ ഒരു ശുചിമുറിയിൽ ഒരു രക്തക്കറ കണ്ടു എന്ന് പറഞ്ഞിട്ട്, വേറെ എവിടെ അല്ല കേട്ടോ, ചിന്തിച്ചു നോക്കണം, ശുചിമുറിയിലാണ്. ശുചിമുറിയിൽ രക്തക്കറ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാലയത്തിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ പെൺകുട്ടികളെയും ഒരു ഹാളിനകത്ത് കൊണ്ടുപോയിട്ട് അവരെ അവിടെ നിന്ന് വിചാരണ ചെയ്തതിന് ശേഷം ഒരു റൂമിനകത്ത് കയറ്റിയിട്ട് അവരെ വസ്ത്രം അഴിച്ചിട്ട്, ഈ വസ്ത്രം അഴിച്ച് പരിശോധിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവർക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്? ഇവർക്ക് അല്ല, ആർത്തവം ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്നായ ബ്ലഡ് ആണെന്ന് ഇവരെങ്ങനെ തെളിയിക്കും? തെളിയിച്ചിട്ട് ഇവരെന്ത് നടപടി എടുക്കാനാണ് പോകുന്നത്? ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? ഇപ്പോൾ സന്തോഷമായി, ഇനി കുറച്ച് ദിവസം അകത്ത് കിടക്കാം, ആർത്തവവും കിട്ടി, ജയിലും കിട്ടി, ഉണ്ടേയും തിന്നാം. ഉണ്ടേയില്ല ഇപ്പോൾ, ഇല്ല അല്ലേ?